ഇപ്പോഴത്തെ ഒരു പ്രമാണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 55 വയസ്സ് കഴിഞ്ഞ ഏതൊരാളും പിന്നെ ഹാർട്ടിന് പ്രത്യേകിച്ച് അസുഖമൊന്നുമില്ല, ഡയബറ്റീസ് ഇല്ല, പ്രഷർ ഇല്ല, ഒരു റിസ്ക് ഫാക്ടർ ഇല്ല എങ്കിൽ തന്നെയും പിന്നെ ഹൃദയത്തിന് പ്രൊട്ടക്ഷൻ കൊടുക്കുന്ന കാർഡിയോ പ്രൊട്ടക്റ്റീവ് ഡ്രഗ്സ് എന്ന് പറയും, അതവർ കഴിച്ചിരിക്കണമെന്നുള്ളതാണ് 55 വയസ്സ് കഴിഞ്ഞാൽ. പ്രത്യേകിച്ച് ആ മരുന്ന് ചില ആളുകൾക്ക് ആ മരുന്നുകൾ കഴിക്കാൻ പറ്റാത്ത അവസ്ഥ ഉണ്ടായിരിക്കാം. കാരണം ആ രണ്ട് പ്രധാനപ്പെട്ട മരുന്ന് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്ന് ആസ്പിരിനാണ്, മറ്റത് സ്റ്റാറ്റിനാണ്. സ്റ്റാറ്റിൻ കൊളസ്ട്രോൾ കുറയ്ക്കുന്നു, ആസ്പിരിൻ ഈ രക്തം കട്ടപിടിക്കാതിരിക്കാൻ നമ്മളെ സഹായിക്കുന്നു. അപ്പൊ ചിലർക്ക് ആസ്പിരിൻ കഴിച്ചു കഴിഞ്ഞാൽ വയറിന് ചില പ്രശ്നങ്ങളുണ്ടാകും. ചിലർക്ക് സ്റ്റാറ്റിൻ കഴിച്ചു കഴിഞ്ഞാൽ പിന്നെ വളരെ അവരുടെ മാംസപേശിക്കൊക്കെ വളരെ വേദനയൊക്കെ ഉണ്ടാവുകയും ഒരു എന്താ പറയുക ഫെറ്റീക്ക് അല്ലെങ്കിൽ ക്ഷീണമൊക്കെ അനുഭവപ്പെടുകയൊക്കെ ചെയ്യും. അപ്പൊ അങ്ങനെ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ അത് അവർ കഴിക്കാൻ പാടില്ല. അങ്ങനെയൊന്നും ഇല്ലാത്തവരാണെങ്കിൽ 55 വയസ്സ് കഴിഞ്ഞാൽ ഈ കാർഡിയോ പ്രൊട്ടക്റ്റീവ് ഡ്രഗ്സ് തീർച്ചയായിട്ടും ഒരു പ്രശ്നവും ഇല്ലെങ്കിലും കഴിക്കണം. നേരെ മറിച്ച് എന്തെങ്കിലും ഡയബറ്റീസ് ഉണ്ട് അല്ലെങ്കിൽ അവർക്ക് ഹൃദയാഘാതം വരാനുള്ള റിസ്ക് ഫാക്ടേഴ്സ് ഈ ഫാമിലി ഹിസ്റ്ററി ഉൾപ്പെടെ എന്തെങ്കിലും റിസ്ക് ഫാക്ടേഴ്സ് രണ്ടിൽ കൂടുതൽ ഉണ്ടാകുന്നുണ്ടെങ്കിൽ അവരൊക്കെ 35 വയസ്സ് മുതൽ തന്നെ ഈ കാർഡിയോ പ്രൊട്ടക്റ്റീവ് ഡ്രഗ്സ് കഴിക്കണം എന്നുള്ളതാണ് ഇപ്പോഴത്തെ പ്രമാണം. പക്ഷെ പല ഡോക്ടർമാരും കൊടുക്കാറില്ല, അത് വേറെ കാര്യം. തിരുവനന്തപുരം ശ്രീ ഉത്രം തിരുനാൾ റോയൽ ഹോസ്പിറ്റലിലെ ചീഫ് കാർഡിയോളജിസ്റ്റും മാനേജിംഗ് ഡയറക്ടറുമായ ഡോക്ടർ സി ഭരചന്ദ്രനാണ്. ഒരു സംശയമുണ്ട് ഡോക്ടർ, കൊളസ്ട്രോൾ ഇല്ലാത്ത സ്ഥിതിക്ക് ഈ ബ്ലോക്ക് എങ്ങനെ വന്നു എന്നുള്ള എനിക്കൊരു സംശയമുണ്ട്. ബ്ലോക്ക് വരാൻ കാരണം കൊളസ്ട്രോളും ഈ രക്തസമ്മർദ്ദവും പ്രമേഹവും പുകവലിയും ഒക്കെയാണ് പ്രധാനപ്പെട്ട കാരണങ്ങൾ. പക്ഷെ ഇതൊന്നും ഇല്ലെങ്കിൽ തന്നെയും പിന്നെ ഒന്ന് പാരമ്പര്യം, പിന്നെ ഇല്ല, ശരി തോറ്റുപോയി ഞാൻ. പക്ഷേ പക്ഷെ അതിന് പല നമ്മളെ ശരിക്ക് അനലൈസ് ചെയ്യുന്ന പല കാരണങ്ങളുണ്ട്. ഈ കൊളസ്ട്രോൾ എന്ന് പറയുന്നത് ഇതൊക്കെ ഈ നോർമൽ എന്നൊക്കെ പറയുന്നത് എന്താ പറയാ വളരെ ശരിക്കും പറഞ്ഞാൽ ഒരു ആർബിട്രറി ആയിട്ടുള്ള ലെവലാണ്, മനസ്സിലായില്ലേ? പിന്നെ അപ്പോ ഈ നോർമൽ എന്ന് പറയുന്ന മറ്റുള്ളവർക്ക് നോർമൽ എന്ന് പറയുന്ന ആ കൊളസ്ട്രോൾ ചിലപ്പോൾ അദ്ദേഹത്തിന് അബ്നോർമൽ ആയിരിക്കാം. മാത്രമല്ല ഇതിലെ ഈ കൊളസ്ട്രോളിന് ടോട്ടൽ കൊളസ്ട്രോൾ ഉണ്ട്, ചീത്ത കൊളസ്ട്രോൾ ഉണ്ട്. ഈ ടോട്ടൽ കൊളസ്ട്രോളിന്റെയും ചീത്ത കൊളസ്ട്രോളിന്റെയും അളവ് ഉയരാതെ തന്നെ ഈ ചീത്ത കൊളസ്ട്രോളില് വളരെ അതിഭീകരന്മാരായ ചീത്ത കൊളസ്ട്രോൾ ഉണ്ട്. അവരുടെ ശതമാനം കൂടിയിരുന്നു കഴിഞ്ഞാൽ ഈ രോഗസാധ്യത കൂടാം. പിന്നെ എന്താണ് ഇല്ല കാൽഷ്യം ഒക്കെ ഈ പ്രശ്നം വന്നു കഴിഞ്ഞാൽ ഈ രക്തക്കുഴലിൽ കാൽഷ്യമൊക്കെ വരും. അല്ലാതെ കാൽഷ്യത്തിനങ്ങനെ നേരിട്ടൊരു ഇതൊന്നുമില്ല, രോഗസാധ്യതയൊന്നും ഉണ്ടാക്കുന്നില്ല. ഇല്ല. പിന്നെ മറ്റൊന്നെന്ന് വെച്ച് കഴിഞ്ഞാൽ 55 വയസ്സ് കഴിഞ്ഞാൽ എല്ലാ പേർക്കും കൊളസ്ട്രോൾ എത്രയായാലും രക്തസമ്മർദ്ദം എത്ര ആയാലും പ്രമേഹം ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും ഇതിനുള്ള രോഗസാധ്യത ഉള്ളതായിട്ടാണ് ഇപ്പൊ കണക്കാക്കുന്നത്. കാരണം വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ ചെറുപ്പക്കാരിലൊക്കെ ഈ ഹാർട്ട് അറ്റാക്ക് ഒക്കെ കൂടി വരുന്നുണ്ട്. പക്ഷെ എങ്കിൽ തന്നെയും ലോകമെമ്പാടും ബഹുഭൂരിപക്ഷം ഹാർട്ട് അറ്റാക്ക് ഉണ്ടാകുന്നത് 55 വയസ്സിന് ശേഷമാണ്. അപ്പോ ഇപ്പോ ഉയർന്നു വന്നിട്ടുള്ള ഒരു പ്രമാണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ 55 വയസ്സ് കഴിഞ്ഞാൽ രക്തസമ്മർദ്ദം ഇല്ലെങ്കിലും പ്രമേഹം ഇല്ലെങ്കിലും കൊളസ്ട്രോൾ ഒന്നും കൂടുതലായിട്ടില്ലെങ്കിലും അവർ ചില മരുന്നുകൾ, ഹാർട്ട് ഹെൽത്തി മരുന്നുകൾ, കാർഡിയോ പ്രൊട്ടക്റ്റീവ് ഡ്രഗ്സ് എന്ന് പറയും, ഹൃദയത്തിന് സംരക്ഷണം കൊടുക്കുന്ന ചില മരുന്നുകൾ, അതിൽ ആസ്പിരിൻ ഉണ്ട്, കൊളസ്ട്രോൾ കുറയ്ക്കുന്ന സ്റ്റാറ്റിൻസ് ഉണ്ട്. അതായത് കൊളസ്ട്രോൾ നോർമൽ ആണെങ്കിൽ പോലും അതിൽ കുറച്ചുകൂടെ കുറച്ചു വയ്ക്കുന്നതായിരിക്കും ഹാർട്ട് അറ്റാക്ക് വരുന്നതിന് നിങ്ങളെ സഹായിക്കുന്നത്. അങ്ങനെ ഒരു പ്രമാണമാണ് ഇപ്പോൾ ഉയർന്നു വന്നിട്ടുള്ളത്. അതുകൊണ്ട് 55 വയസ്സിന് മുകളിൽ അത് തന്നെ ഒരു എന്താ പറയുന്ന റിസ്ക് ഫാക്ടറാണ്. ഓക്കെ, താങ്ക് യു. താങ്ക് യു മാം, താങ്ക്സ് ഫോർ കോൾ.